അടുത്തതായി നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സുവർണ നിമിഷമാണ്. ചലച്ചിത്രകലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിനെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ വിസ്മയതാരം ശ്രീ മോഹൻലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാവ്യപത്രം സമ്മാനിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ശ്രീ മോഹൻലാലിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. കാവ്യപത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ പ്രഭാവർമ്മയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവായ അമിതാഭ് ബച്ചന്റെ പിതാവും പ്രശസ്ത കവിയുമായ ഹരിവംശറായ് ബച്ചനാണ് സരസ്വതി സമ്മാൻ ആദ്യമായി ലഭിക്കുന്നത്. അതേ സരസ്വതി സമ്മാൻ മലയാളക്കരയിലേക്ക് കൊണ്ടുവന്ന കവിയാണ് ശ്രീ പ്രഭാവർമ്മ. ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള രജത കമൽ ദേശീയ പുരസ്കാരം നേടിയ ശ്രീ പ്രഭാവർമ്മ ശ്രീ മോഹൻലാലിനെ കുറിച്ച് എഴുതിയ മനോഹര കാവ്യമാണ് ഈ പ്രശസ്തി പത്രമായി ശ്രീലാലിന് സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം നീറമൺകര NSS കോളേജിലെ അധ്യാപികയായ ഡോക്ടർ ലക്ഷ്മി ദാസ് മംഗളപത്രത്തിലെ വരികൾ ഈ വേദിയിൽ ആലപിക്കുന്നു. അതിനായി ശ്രീമതി ലക്ഷ്മി ദാസിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രൗഢഗംഭീരമായ വേദിക്കും സദസ്സിനും വിനീതമായ നമസ്കാരം. മലയാളത്തെ വാനോളം ഉയരത്തിലെത്തിച്ച മലയാളിയുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ശ്രീ പ്രഭാവർമ്മ സാറിൻ്റെ തൂലികയിലൂടെ കേരളം നൽകുന്ന ആദരം, മോഹനം. ലോകം 100 യുഗങ്ങളായി ഒരു കനൽ കൊത്തിങ്ങു പ്രാർത്ഥിക്കയാലാകും ചാരുമനോജ്ഞദീപ്തിയുളവാം നീലാഭ്രകാന്തിക്കുമേൽ നീയാം ഭാവസമഗ്ര നാട്യമഹിതശ്രീവിധം ലോകരിൽ സ്ഥായീ ഭാവമണച്ചു നിന്നു തെളിയുന്നു. സ്ഥായീ ഭാവമണച്ചു നിന്നു തെളിയുന്നു സൂര്യതാരോപമം. കാലം ചെന്നു വിളഞ്ഞ കന്മലകൾ നീ നിന്നുള്ളിലെ ഭാവനാലോലത്വം തരുവേതു ചിറ്റുളികളാൽ നന്നായി കടങ്ങീ വിധം ചാരുത്വം വഴിയുന്ന ശില്പനികരം തീർക്കുന്നു. ദൂരത്തതിൻ സാരത്വം തിരിയാതെ വിസ്മിത മനസ്സായി നോക്കി നിൽക്കുന്നിവർ. ദൂരത്തതിൻ സാരത്വം തിരിയാതെ വിസ്മിത മനസ്സായി നോക്കി നിൽക്കുന്നിവർ. നീളേ നൂതന ഭാവശില്പമഖിലം നീ നിന്നുടൽ കാതലെ കാലേ തന്നെ കടഞ്ഞു തീർത്തതിൽ നിൻ ഹൃദ്രക്തവും മാംസവും ജീവൻ തന്നെയുമുള്ളതായി അറിയുവോർ ഞങ്ങൾ.
നേത്രങ്ങളിൽ മഹാനാട്യമാം വാഴ്വിൻ ചിത്രപടങ്ങൾ കണ്ടു നിറയുന്നു നിന്റെ രംഗങ്ങളിൽ. സത്യം സാത്വികമാണുഭാവം ഇഹ